നോക്കൂ, ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആശയത്തിന്റെ പോറ്റമ്മയാണ് ഖത്തർ. ഗാസ പോലെ ഒരു ലെജിറ്റിമേറ്റ് ടാർഗറ്റ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഖത്തർ. കാര്യം ഖത്തർ ഇല്ലെങ്കിൽ ഗാസ സംഭവിക്കില്ല. ഐ മീൻ ഒക്ടോബർ 7 സംഭവിക്കില്ല. ഈ ഒക്ടോബർ 7 കശാപ്പ് സംഘടിപ്പിച്ച അൽക്കുലത്ത് ടീമുകൾ, അതായത് ഹമാസിന്റെ ടീമുകൾ, നിങ്ങൾ കണ്ടിട്ട് ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു ടീം, ഒരു 10ഓളം പേരും ആളുകൾ ഈ വാർത്ത കേട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തുകയാണ്. അടുത്ത് തന്നെ ചാവും, സംശയമില്ല. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. അവരുടെ ഗോത്ര ദൈവത്തോട് മുട്ടിലഴിഞ്ഞ് വളരെ നന്നായിട്ടുണ്ട്, ഇത്രയും പേരെ 1200 പേരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ, ഇത്രയും പേരെ റേപ്പ് ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഇത്രയും കുട്ടികളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. ഇത്രയും ശവങ്ങള് ജീവനുള്ളവരെയും വലിച്ചടിച്ചുകൊണ്ട് ബന്ദികളാക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും കത്തിക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും ജൂതരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. ഇതിനെ സഹായിച്ച ദൈവമേ, ആഹാ വാട്ടേ ദൈവം. അതിന്റെയും മുകളിൽ തൃക്കണ്ണ് തുറന്നാൽ സർവ്വതും ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവർ മറന്നുപോയി. മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ്. ഇസ്മായിൽ ഹനിയ എവിടെ ഇരുന്ന ഇതൊക്കെ ചെയ്തത്? ഈ ഇസ്മായിൽ ഹനിയും സംഘവും, ഖാലിദ് മഷാലാലും ഇസ്മായിൽ ഹനിയാലും അൽ ഹയ്യർ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവർ എവിടെ ഇരുന്ന ഇതൊക്കെ ചെയ്യുന്നത്? ഇവര് ചെയ്യുന്നത് ഖത്തർ ഇരുന്നാണ്. അപ്പൊ നീ ആയിരുന്നു ഇതിന്റെ മൂന്നാൻ. അപ്പൊ ഖത്തർ ഈസ് എ പാർട്ട് ഓഫ് ഹമാസ്. ഖത്തർ യുദ്ധത്തിലുണ്ട്, ഈ പ്രശ്നത്തിലുണ്ട്. ദേ ആർ നോട്ട് ദ സൊല്യൂഷൻ, ദേ ആർ ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഇൻഫാക്ട് ദേ ആർ ദ പ്രോബ്ലം. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2017 സൗദി അറേബ്യയും ബഹ്റൈനും UAEയും ഈജിപ്തും ഒക്കെ പറഞ്ഞ കാര്യമാണ്. 3.5 വർഷത്തോളം അവർ ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞാണ്. ഞാനെന്നെ പറഞ്ഞില്ല, അവർ ഒരേ ഒരു കാര്യം പറഞ്ഞത്, മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, താലിബാനൊക്കെ പോലെയുള്ള ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറഞ്ഞ അറബ് രാജ്യങ്ങൾ. ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഗാസയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യുന്നു ആഹാരത്തിനായിട്ട്. എല്ലാത്തരം ദുരിതങ്ങളിലൂടെയും അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവരെ നയിക്കുന്ന, ഇവർക്ക് വേണ്ടി ചർച്ചകൾ നയിക്കുന്ന ആളുകൾ ഈ പറയുന്ന അടിപൊളി പോഷ് ഏരിയയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഖത്തർ ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. അത് നോക്കുമ്പോൾ ബോർഡൊന്നും ഇല്ല. പക്ഷെ കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് അല്ലെ 14 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് കാര്യം. ഇത്ര ആർക്കാണ് അത് ഹോസ്റ്റ് ചെയ്യുന്ന? ആരെയാണ്? ഒരു വലിയ മീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? അവരെ ഹോസ്റ്റ് ചെയ്യാൻ ഇനിയിപ്പോ ഹാജി മസ്താൻ, ദാവൂദ് ഇബ്രാഹിം, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളൊരേ തൂവൽ പക്ഷികളാണ്. എല്ലാം എന്താ പറയുക, ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആണ്. എല്ലാം ടെററിസ്റ്റ് സംഘടനകൾ, മുസ്ലിം ബ്രദർഹുഡ്, താലിബാൻ, ഹമാസ്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അതായത് ഇവിടെ ഖത്തർ ഒരു മീഡിയേറ്ററെ അല്ല, അവരുടെ നാട്ടിൽ ഇവരെ ഒളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് തന്നെയായിരുന്നാലും സമുദ്രങ്ങൾ താണ്ടി ചെല്ലുന്ന, സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് മറവിലും വിജനദ്വീപിലും ഞങ്ങളുടെ കണ്ണുകൾ ചിലരെ തേടി നീളാറുണ്ട്. അത് ഇനിയും തുടരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കൂടൊരുക്കി കൊടുത്ത് വെള്ളവും വളവും പണവും ഒക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിയ തീവ്രവാദ സംഘം ഏതെങ്കിലും രാജ്യത്തെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ആ രാജ്യം അവരെ തേടി തിരിച്ചു വന്ന് നിങ്ങളുടെ കുടുംബത്ത് കയറിയിട്ട് പണിയുമ്പോൾ വെറുതെ നിന്നിട്ട് ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അത് ചോദിച്ചു വാങ്ങുന്നതാണ്. ഖത്തർ ചോദിച്ചു വാങ്ങിയതാണ്. അന്ന് ഈ ഇസ്മായിൽ ഹനിയോടൊപ്പം നമസ്കരിച്ച ടീമുകളാണ് ഇതിനകത്ത് മിക്കവാറും ഉള്ളത്. എന്തിനാണ് അവർ നമസ്കരിച്ചത്? എന്തെങ്കിലും ഒളിമ്പിക്സിൽ ഗാസ ഏതെങ്കിലും സ്വർണം നേടിയനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്ര നേട്ടം സ്വന്തമാക്കിയനോ, അല്ലെങ്കിൽ മാനവികമായ കർത്തവ്യം നിറവേറ്റിയനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ക്വാളിറ്റി അവർ പ്രകടിപ്പിച്ചതിന്റെ പേരിലാണോ ഈ നന്ദി പ്രകടനം ഹനിയയും കൂട്ടരും അന്ന് ഇതേ മുറിയിലിരുന്ന് നടത്തിയത്? അല്ല, ഹനിയ പോയി, സിൻവർ പോയി, ഇങ്ങനെ കുറെ ആളുകൾ, മുഹമ്മദ് ആ പിള്ളേരെ നാലിനെ നീ ഞവളിയല്ലടാ പിള്ളേര്. ഖത്തർ എന്ന് പറയുന്നത് ശരിക്കും ഈ ഹമാസ് എന്ന് പറയുന്നത് ഖത്തറാണ്. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഖത്തറിന്റെ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ നേതാക്കന്മാർ തന്നെ ഉണ്ടാവത്തില്ലല്ലോ? ഒരു എഴുത്തൂത്തുകളെല്ലാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, സഹായങ്ങള്, ഫണ്ടുകൾ വരുന്ന രീതി. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഈ ഹമാസിൽ നിന്ന് ഈ ഒരു സമയത്ത്, അതായത് ഈ കഴിഞ്ഞ 2 വർഷത്തില് ഈ പല ടണലുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത രേഖകളിലെല്ലാം തന്നെ ഈ ഖത്തറുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അവിടുന്ന് അത് വരുന്നു, ഇത് വരുന്നു. ഖത്തർ ഒരു ടെററിസം പ്രൊമോട്ടറാണ്. ഖത്തറിന് വേറെ ഒരു അസ്തിത്വം കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും ഇംപ്രഷൻ കൊടുക്കുന്നത് ശരിയല്ല. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. നമുക്ക് ഇറാനിൽ പോയി അവരുടെ പ്രസിഡന്റിന്റെ ശവസംസ്കാര ചടങ്ങുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ആഘോഷങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഇസ്മായിൽ ഹനിയയാണ്. ഹനിയ പോലും അറിയാതെ, ഇറാൻ പോലും അറിയാതെ, ഇപ്പോഴും പലർക്കും കാര്യമായ ബോധ്യമില്ലാത്ത ഒരു രീതിയിൽ കൃത്യമായിട്ട് ഇല്ലാതാക്കിയത്. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. അപ്പോഴൊക്കെ ഈ നേതാക്കളെല്ലാം ഖത്തറിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഖത്തറിൽ നിന്ന് അവർക്ക് ആ പ്രശ്നം ഉണ്ടാകാത്തത്? ആ ഇറാന് ഇല്ലാത്ത എന്ത് സവിശേഷതയാണ്, എന്ത് പ്രിവിലേജ് ആണ് ഈ ഖത്തറിന് കൊടുക്കേണ്ടത്? ഖത്തറിന് ഒരു പ്രിവിലേജും കൊടുക്കാൻ പറ്റില്ല. ആ കാര്യം ഞാൻ സീനൊക്കെ ഇനി മാറും.